സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് അതിലെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ദ സെക്കൻഡ് വേൾഡ് വാർ ചേഞ്ച്ഡ് ദ ലൈഫ് ഓഫ് ടോട്ടോ ചാൻ ഇൻകംപാരബിളി. ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് വാർ ഓൺ ദ ലൈഫ് ഓഫ് ടോട്ടോ ചാൻ. സെക്കൻഡ് വേൾഡ് വാർ ടോട്ടോ ചാൻ്റെ ജീവിതം വലിയ രീതിയിലാണ് മാറ്റിത്തിരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ആ വാറിൻ്റെ യുദ്ധത്തിൻ്റെ ടോട്ടോ ചാൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ഇമ്പാക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ സെക്കൻഡ് വേൾഡ് വാർ ഫണ്ടമെൻ്റലി ആൻഡ് ഇറവോക്കബിളി ചേഞ്ച് ദ കോഴ്സ് ഓഫ് ടോട്ടോ ചാൻസ് ലൈഫ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രൂപത്തിൽ ഫണ്ടമെൻ്റലി ഒരു ഇറവോക്കബിൾ ചേഞ്ച് വരുത്തിയിരിക്കുകയാണ് വേൾഡ് വാർ ടോട്ടോ ചാൻ്റെ ജീവിതത്തിൽ. ഫോഴ്സിങ് ആൻ അബ്രപ്റ്റ് ആൻഡ് ടു ഹെർ യുണീക്ക് ആൻഡ് ചെറിഷ്ഡ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് അറ്റ് തൊമോഗാവ്കൻ എന്ന സ്കൂളിൽ അവളുടെ വളരെ യുണീക്കായിട്ടുള്ള, വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാഭ്യാസാനുഭവത്തിന് ഒരു പെട്ടെന്നുള്ളൊരു എൻഡ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു യുദ്ധം. ബിഫോർ the war's direct impact, Toto Chan's life had found a perfect, unconventional home where her spirited nature was celebrated, not condemned. അവളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ പ്രത്യേക രൂപത്തിലുള്ള ഒരു ഭയങ്കര അജൈലായിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള ഒരു പ്രകൃതം കുറ്റം അല്ലെങ്കിൽ പരാതി പറയപ്പെടുന്നതിന് പകരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് സിറ്റുവേഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു അൺകൺവെൻഷണൽ ഹോമിലേക്ക് അവൾ എത്തിച്ചേരുന്നത്. മറ്റുള്ളവരെല്ലാവരും സ്കൂളിൽ നിന്ന് അവളെ പുറത്താക്കി, അല്ലെങ്കിൽ കുസൃതി കാരണത്താൽ പുറത്താക്കുന്ന സിറ്റുവേഷനിൽ ഇവിടെയാണ് അവൾ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ അവൾ കണ്ടെത്തിയത്. ഹെഡ്മാസ്റ്റർ കൊബയാഷി's belief in her provided a wonderful foundation of security and self-worth after she had been expelled from a conventional school. ഒരു പരമ്പരാഗത പാഠശാലയിൽ നിന്ന്, അല്ലെങ്കിൽ പരമ്പരാഗത സ്കൂളിൽ നിന്ന് അവളെ പുറത്താക്കിയതിന് ശേഷം ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അൺകൺവെൻഷണൽ സ്കൂളിൽ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന കൊബയാഷി എന്ന ഹെഡ് മാസ്റ്ററിന് തൻ്റെ കുട്ടിയിലുണ്ടായിരുന്ന ഒരു വിശ്വാസം അവളെന്ത് ഒരു സെക്യൂരിറ്റി ഫൗണ്ടേഷൻ, തനിക്ക് കഴിയുമെന്നുള്ളൊരു ഫൗണ്ടേഷനും അതുപോലെ തന്നെ സെൽഫ് വർത്തും അവൾക്ക് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ദ ട്രൂ ഇമ്പാക്ട് ഓഫ് വാർ ഹവർ കെയിം വിത്ത് ട്രാജിക് ബോംബിംഗ് ദാറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ് ദ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹർ ഹാപ്പിനെസ് അറ്റ് തോമസ് സ്കൂൾ. അപ്പോൾ തോമസ് സ്കൂളിൽ ബോംബിംഗ് കാരണത്താൽ വളരെയധികം തകർന്ന സിറ്റുവേഷനിലായി. അപ്പോൾ this single event resulted in Toto Chan's forced evacuation, ripping her away from the security of her community and separating her from the one adult who truly understood. അവളെ തീർത്ത് മനസ്സിലാക്കിയിരുന്ന ഒരേ ഒരു അഡൾട്ടിൽ നിന്ന് അവളെ സെപ്പറേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ അവളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ചേർന്ന സ്കൂളിലായിട്ടുള്ള ഒരു സെപ്പറേഷൻ, ഈ ഒരു നിർബന്ധമായിട്ടുള്ള ഇവാക്യുവേഷൻ മൂലം അവൾക്ക് സംഭവിക്കുകയാണ്. ദ ക്രൗഡഡ് ഡാർക്ക് ട്രെയിൻ ഷീ ട്രാവൽഡ് ഓൺ symbolizes her passage from childhood innocence into harsh reality of wartime displacement. യുദ്ധം കാരണത്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കപ്പെടുന്ന സിറ്റുവേഷനിലേക്ക് അവളുടെ സമാധാനപരമായിട്ടുള്ള ചൈൽഡ്ഹുഡിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് അവളുടെ മാറ്റിപ്പാർപ്പിക്കപ്പെടുന്നതിൻ്റെ സിമ്പിളാണ് ക്രൗഡ് ആയിട്ടുള്ള ഡാർക്ക് ട്രെയിൻ. While the physical school was lost, the deeper impact lies in what she carried with her. The headmaster's parting promise, "We'll meet again," and his affirming words, "You are a really good girl, you know." അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള സ്കൂൾ നഷ്ടപ്പെട്ടെങ്കിലും അവളുടെ ആഴത്തിലുള്ള ഇമ്പാക്റ്റ് എവിടെയാണുള്ളത്? അവൾക്ക് അവളുടെ ഹെഡ് മാസ്റ്റർ നൽകിയ പ്രോമിസാണ്. ഈ വിട പറയുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ നൽകിയ പ്രോമിസാണ്, "വീൽ മേറ്റ് അഗെയിൻ," നമ്മൾ വീണ്ടും കാണുമെന്നുള്ള. അതുപോലെ തന്നെ നീ ഒരു നല്ല കുട്ടിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അവൾ കൂടുതൽ ഇമ്പാക്റ്റ് കിടക്കുന്നത്. These words became a survival tool, a moral and emotional compass in a chaotic world. The war may have stolen her school, but her stability, but inadvertently solidified the inner strength and hope instilled by Mr. Kobayashi, turning a potential victim into a resilient survivor whose story would later inspire millions. നൂറായിരങ്ങളെ അല്ലെങ്കിൽ ലക്ഷങ്ങളെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഫിഗറായിട്ട് അവൾ ഭാവിയിൽ ഒരു പൊട്ടൻഷ്യൽ വിക്ടിമിനെ, യുദ്ധത്തിൻ്റെ ഒരു വിക്ടിമിനെ ഒരു റെസിലിയൻ സർവൈവർ ആക്കി മാറ്റുന്ന രൂപത്തിലുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചിൽഡ്രൻ ആർ ദ മോസ്റ്റ് വൾണറബിൾ വൺസ് ഡ്യൂറിങ് ദ വാർ ടൈം കമൻറ്റ്. അതായത് നമുക്ക് ഒരുപാട് കുട്ടികൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സമയത്ത് മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചിൽഡ്രൻ ആർ അൺഇനെക്വബിളി ദ മോസ്റ്റ് വൾണറബിൾ ഡെമോഗ്രഫിക് ഡ്യൂറിങ് വാർ ടൈം. അപ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ യുദ്ധത്തിൻ്റെ സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, സ്വാധീനിക്കപ്പെടുന്നത്. അവരൊരുപാട് പ്രശ്നങ്ങളിലാവുന്നുണ്ട്. ആൻഡ് ടോട്ടോ ചാൻസ് എക്സ്പീരിയൻസ് സെർവ്സ് ആസ് എ പോയിഗ്നന്റ് ടെസ്റ്റമെന്റ് ടു ദിസ് റിയാലിറ്റി. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരികയാണ് ടോട്ടോ ചാൻ്റെ അനുഭവം. Their vulnerability stems from their complete dependence on adults for safety, security and emotional stability, all of which are violently shattered by conflict. കോൺഫ്ലിക്റ്റ് കാരണത്താൽ ചിന്നിച്ചിതറേണ്ടി വരുന്ന, അല്ലെങ്കിൽ ശിഥിലമാക്കപ്പെടുന്ന ഇമോഷണൽ സ്റ്റെബിലിറ്റി,
പിന്നെ സേഫ്റ്റി, സെക്യൂരിറ്റി ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് ഒരു അഡൾട്ടിൻ്റെ മേലെന്താണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. വൈൽ അഡൾട്ട്സ് മൈറ്റ് ലോസ് പ്രോപ്പർട്ടി ഓഫ് പ്രൊഫഷൻ, ചിൽഡ്രൻ ലോസ് ദർ എൻഡർ ഫ്രെയിംവർക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സേഫ്റ്റി. അഡൾട്ട്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായി നിലനിർത്തുന്ന ഒരു ഫ്രെയിം വർക്ക് തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ദ ടെക്സ്റ്റ് ഇല്ലസ്ട്രേറ്റ് ദിസ് വിവിഡ്ലി. ടോഡോചാൻ സെഡ് child who had finally found an environment to thrive suddenly becomes a silent passenger on an evacuation train. Her entire world reduced to a low rumbling sound in darkness and the memory of kind words. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ടോട്ടോച്ചാനിലെ അവസാനം അവർ വളരെ കഷ്ടപ്പെട്ടതിന് ശേഷം അവൾക്ക് പ്രോ ആയിട്ടുള്ള അല്ലെങ്കിൽ അവൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവർ വന്നുപെടുന്നത്. പക്ഷേങ്കിൽ യുദ്ധം കാരണത്താൽ എന്ത് ചെയ്യുന്നു, ആ ഇവാക്വേഷൻ ട്രെയിനിൽ അവൾക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്നു. ഓക്കെ, പക്ഷേ അവൾ ആകെ ആലോചിക്കുന്നത് എന്താണ്, അവളുടെ കൊബയോഷി എന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അവൾക്ക് നൽകിയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഫർദർ മോർ, ചിൽഡ്രൻ ആർ യുണീക്ലി വൾണറബിൾ ടു സൈക്കോളജിക്കൽ ട്രോമയും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ദ ബോംബിംഗ് നോട്ട് ഓൺലി ഡിസ്ട്രോയിഡ് എ ബിൽഡിംഗ് ബട്ട് സ്റ്റോൾ ഹെർ റുട്ടീൻ ആൻഡ് ദ പ്രോമിസ് ഓഫ് പീസ്ഫുൾ ഫ്യൂച്ചർ. അവരുടെ കേവലമായിട്ടുള്ള ബോംബിങ് അവളുടെ ബിൽഡിംഗ് മാത്രമല്ല നശിപ്പിച്ചു കളഞ്ഞത്, അവരുടെ ഒരു റുട്ടീനും അതുപോലെ തന്നെ ഒരു സമാധാനപരമായ ഭാവി അവർക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രോമിസും എന്നുള്ള ഒരു വാക്തത്വം കൂടിയാണ് അത് പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. ദ സൈറ്റ് ഓഫ് എ ബിലവഡ് സ്കൂൾ എൻവലപ്ഡ് ഇൻ ഫ്ലെയിംസ് ആൻഡ് കൊളാപ്സിംഗ് വിത്ത് ഫിയർഫുൾ നോയ്സ് ഇംപ്രിന്റ്സ് ഡീപ്പ് ഇമോഷണൽ സ്കാർസ് ദാറ്റ് ലൈഫ് ക്യാൻ സീൻ ആസ് ലൈഫ് ടൈം. വലിയ സ്കാറുകൾ ഇത്തരത്തിലുള്ള ഇൻവലപ്ഡ് ഇൻ ഫ്ലെയിംസ് അതുപോലെ തന്നെ കൊളാപ്സിംഗ് വിത്ത് ഫിയർ നോയ്സ് എന്നുള്ള ചിത്രങ്ങളെല്ലാം അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ബിയോണ്ട് ഫിസിക്കൽ ഡേഞ്ചേഴ്സ് ലൈക്ക് ബോംബിങ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ചിൽഡ്രൻ ആർ ഹൈലി susceptible to malnutrition, disease and interruption of their education while critically impacts their development. അവരുടെ പുരോഗതിയും അവരുടെ ഫിസിക്കൽ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ, ഇമോഷണൽ, മെൻ്റൽ ഡെവലപ്മെൻ്റ് എല്ലാം സ്റ്റംപ് ചെയ്യപ്പെടുന്ന ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്നു. എന്നതിലുപരിയായിട്ട് അവരുടെ മാൽന്യൂട്രീഷൻ, അവരുടെ ഡിസീസ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ, എഡ്യൂക്കേഷൻ അതെല്ലാം തന്നെ ഒരു പ്രശ്നത്തിലാവുകയാണ്. The image of the headmaster having to promise a child that they will meet again underscores the tragic fracture of relationship and communities that defines wartime for the young, making them silent, most profoundly affected victims of the adult conflicts. അപ്പോൾ വലിയ ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളുടെ വിക്റ്റിമായിട്ട് കുട്ടികൾ വരുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കൊബയാഷി മാസ്റ്റർ പറയുമ്പോൾ വിൽ മീറ്റ് അഗൈൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത്.